വാഹന വിൽപ്പന കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് നിർബന്ധമാക്കുന്നതോടെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും സർക്കാർ നിരീക്ഷണത്തിലാകും. ഓരോ സ്ഥാപനത്തിലും എത്ര വാഹനങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും കൈമാറ്റം ചെയ്യുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പിനും ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കും അറിയാനാകും. വാഹനം വിൽക്കുമ്പോൾ ഉടമസ്ഥാവകാശം മാറ്റപ്പെടുമെന്ന ഉറപ്പാണ് ഉടമകൾക്കുള്ള നേട്ടം. സംസ്ഥാനത്ത് ചെറുതും വലുതുമായി 10,000-ലധികം വാഹന വിൽപ്പന കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ 555 എണ്ണത്തിന് രജിസ്ട്രേഷൻ ഉള്ളൂ. അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് സേവന വിലക്ക് ഏർപ്പെടുത്തും. ഇവ വിൽക്കാനോ ഉടമസ്ഥാവകാശം കൈമാറാനോ കഴിയില്ല. 2024 ഏപ്രിലിൽ നിലവിൽ വരേണ്ട ലൈസൻസ് വ്യവസ്ഥയാണ് ഒരു വിഭാഗം യൂസ്ഡ് കാർ വിൽപ്പനക്കാരുടെ എതിർപ്പ് മറികടന്ന് ഇപ്പോൾ കർശനമാക്കുന്നത്. പഴയ വാഹനങ്ങളുടെ വിൽപ്പനയിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിരുന്നതായി GST പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഉടമസ്ഥാവകാശം മാറ്റാതെ വാഹനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്നതിനാൽ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപ സാധ്യത ഈ മേഖലയിലുണ്ട്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾ വാഹനങ്ങൾ വിൽക്കാനായി ഏറ്റെടുക്കുമ്പോൾ വാഹനത്തിന്റെ വിശദാംശങ്ങൾ വാഹന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. താൽക്കാലിക ഉടമസ്ഥാവകാശം യൂസ്ഡ് കാർ ഡീലർക്ക് ഇതുവഴി ലഭിക്കും. വാങ്ങുന്നയാളിന്റെ പേരിലേക്ക് ഉടമസ്ഥാവകാശം മാറ്റിക്കൊടുക്കാനാകും. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന സമയത്തെ വാഹനത്തിന്റെ ഓഡോമീറ്റർ സഹിതം ഓൺലൈനിൽ രേഖപ്പെടുത്തണം. ഇലക്ട്രോണിക് ലോഗ് ബുക്ക് ഉൾപ്പെടെ നിർബന്ധമാണ്. ഉടമസ്ഥാവകാശം കൈമാറുമെന്ന ഉറപ്പ്, ഉപഭോക്താക്കളുമായി നിയമാനുസൃത കരാർ, മോഷണ വാഹനങ്ങളുടെ വിൽപ്പന തടയാം എന്നിവയാണ് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.